നമുക്കിത് ഒരു കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ റിച്ച് ആയിട്ടുള്ള പല കേക്കുകൾക്കും വളരെ അത്യാവശ്യമാണ് ഈ കാരമൽ. അപ്പോൾ അതിന് 2-3 സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ഷുഗറാണ്, പിന്നെ ഒരു 75 ഗ്രാം ബട്ടർ, 25 ഗ്രാം ഗീ, പിന്നെ ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു കുറച്ച് സാൾട്ടും. ഇത്രയും സാധനം കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല ടേസ്റ്റുള്ള, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൽ ഞാൻ കട്ടി കൂടിയ ഒരു പാത്രം, ഒരു അടി കട്ടി കൂടിയ ഒരു പാത്രം എടുക്കുക. അപ്പോൾ അത് പിന്നെ സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു റിസ്ക് ആയിരിക്കും. പക്ഷേ പിന്നെ ഉണ്ടാക്കി കുറേ സമയമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ആദ്യം വെച്ചത്. പിന്നെ അത് പഞ്ചസാര മെൽട്ടാവുന്നതനുസരിച്ചിട്ട് നമ്മൾ സൈഡ് കരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് ഫ്ലെയിം കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി സൈഡൊക്കെ പിടിക്കാതെ നോക്കുക. നല്ലൊരു സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ശരിക്ക് സൈഡൊക്കെ നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ കരിയാതെ നോക്കുക. നല്ല ഒരു കളർ വരണം, ഒരു ഗോൾഡൻ കളറിൽ വന്ന് നല്ല പഞ്ചസാരയൊക്കെ ശരിക്ക് ഒന്ന് മെൽട്ടാകുന്നത് വരെ നമ്മൾ പിന്നെ അവസാനമാകുമ്പോഴത്തേക്ക് മെൽട്ടായി വരുമ്പോൾ കുറച്ച് ഒന്ന് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചേക്കുക. ഒരു ഗോൾഡൻ സിറഫ് അങ്ങനെ ആയി കിട്ടും. അപ്പോൾ അത് ആ സിറഫായിരിക്കുമ്പോൾ തന്നെ അത് പതഞ്ഞു പോകരുത്. അതിന് മുമ്പ് നമ്മൾ ബട്ടറും ഗീയും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അത് ഇടുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയം കൊണ്ട് ആ ഷുഗർ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ബട്ടർ ഇട്ട ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം കൂട്ടി അത് നന്നായിട്ട് ഇളക്കി അത് രണ്ടും കൂടെ നന്നായി യോജിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ബട്ടറിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് യോജിച്ച് വരുമ്പോൾ പിന്നെ അത് തമ്മിലൊന്ന് പതഞ്ഞ് സെപ്പറേറ്റ് ആയതുപോലെ ഒരു പിരിഞ്ഞതുപോലെ പാല് പിരിഞ്ഞതുപോലെയുള്ള ഒരു ഇതിലേക്ക് വരും. അങ്ങനെ വരും. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ച് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും അപ്പം ഫ്ലെയിം ഓൺ ആക്കരുത്. ആ മിൽക്ക് മെയ്ഡും ഈ ബട്ടറും ഈ ഷുഗർ മിക്സുമായി നന്നായിട്ട് യോജിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം, പിന്നെ കമൻ്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് സാൾട്ട് കൂടി ഈ സമയത്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത ശേഷം ഇത് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ആക്കുക. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അപ്പം തന്നെ എടുക്കരുത്. ആ സമയത്താണ് ഇത് കേക്കിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് ഒലിച്ചു പോവുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് യോജിക്കുന്നത് വരെ, ഒന്ന് ടൈറ്റാകും, കുറച്ചൊന്ന് കുറുകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് അന്ന് തന്നെ ഉപയോഗിക്കരുത്, പിറ്റേന്ന് ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. സാധാരണ ഒരു നല്ല ലൈഫ് കിട്ടുകയും ചെയ്യും. ഇത് ഒരു 10 ദിവസമോ 12 ദിവസമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് ഇത് ഒഴിച്ചെടുക്കുക. അരിച്ച് പിന്നെ ഒരു ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുക. പല കേക്കുകൾക്കും നമുക്ക് ഫില്ലിംഗ് ആയിട്ടും ഇതിനൊക്കെ ഉപയോഗിക്കാം. പിറ്റേന്നാകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റാവും. പിന്നെ ഒരു മൈക്രോ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് കേക്കിലേക്കൊക്കെ ഒഴിക്കേണ്ട വിധത്തിലേക്കാകാം. പുറത്തേക്ക് ഒലിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ ഉണ്ടാക്കുന്നത് കറക്റ്റായിരിക്കണം. ഈ സ്പൂണിലെടുത്തിട്ട് ആ സ്പൂണിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഒന്ന് വെറുതെ ഇങ്ങനെ തട്ടി ഒരു വരഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ ഒലിച്ചിറങ്ങാത്ത വിധത്തിലേക്ക് വരണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല ഒരു കട്ടിയായി വരും. ഇത് കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലേക്ക് പിറ്റേ ദിവസം വരും. പക്ഷേ ഇത് മറ്റേ മൈക്രോ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൂസാവുകയും ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.